നമ്മുടെ മൊബൈൽ ഫോൺ വഴി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ലുകൾ അടയ്ക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതായത് PayTM ആയാലും PhonePe ആയാലും ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് ഇത് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ KSEBയുടെ അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PayTM വഴി എങ്ങനെ നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യാമെന്നാണ്. നിങ്ങളിൽ പലർക്കും കാണും PayTM. അതുകൊണ്ട് തന്നെയാണ് ഞാൻ PayTM ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു PayTM അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും തീർച്ചയായും നിങ്ങൾക്കൊരു സിമ്പിളായി ഒരു PayTM അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ PayTM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ തുച്ഛമായ കാര്യങ്ങൾ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുത്ത് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വീഡിയോകൾ കാണാൻ സാധിക്കും. നമ്മുടെ PayTM അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരുവിധ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസയൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് സുരക്ഷയുള്ളൊരു ആപ്ലിക്കേഷനാണ് PayTM. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ PayTM ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറച്ച് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ക്ലോസ് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹോം ഇതുപോലെയാണ്. നമ്മുടെ PayTM ആപ്ലിക്കേഷൻ്റെ ഹോം ഇതുപോലെയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. മൊബൈൽ പ്രീപെയ്ഡ്, മൊബൈൽ പോസ്റ്റ് പെയ്ഡ്, അതുപോലെ തന്നെ DTH, ഇലക്ട്രിസിറ്റി, മൂവി ടിക്കറ്റ്, അങ്ങനെ ഒരുപാട് മൂവി ടിക്കറ്റ് ആയാലും ഇലക്ട്രിസിറ്റി ബില്ലായാലും അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ റീചാർജ് എല്ലാം നമുക്ക് ഇതുവഴി ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്യുകയാണ്. ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് ലോഡായതിനു ശേഷം നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ താഴെ നമുക്ക് സെലക്ട് ബോർഡ് എന്നത് ഓൾറെഡി തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വരും KSEB. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുകയാണ്. സ്റ്റേറ്റ് കേരള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി തന്നെ അവിടെ KSEB ഇവിടെ വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് LTD എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് താഴെ കൺസ്യൂമർ നമ്പർ എന്ന് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക. അതായത് നമ്മുടെ ബില്ലിൽ ആണ്ട് ഏകദേശം ഇതുപോലെ അവിടെ കാണുന്ന ആ നമ്പർ നമ്മളുടെ കൺസ്യൂമർ നമ്പറിൻ്റെ അവിടെ കൊടുക്കുക. കൺസ്യൂമർ നമ്പറിൻ്റെ അവിടെ ഞാനിപ്പോൾ എൻ്റെ കൺസ്യൂമർ നമ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കിവിടെ കൺസ്യൂമർ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഇവിടെ സെക്ഷൻ 9 അതുപോലെ തന്നെ കൺസ്യൂമർ നെയിം ഇതൊക്കെ എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ബില്ലിൽ കാണുന്ന എമൗണ്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഞാൻ ബിൽ പേ ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ ഈ PayTM അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ബിൽ പേ ചെയ്യുന്നില്ല. എൻ്റെ ഇതിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേ ചെയ്യാത്തത്. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. വളരെ സിമ്പിളായി തന്നെ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ PayTM ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബിൽ നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യാനായാൽ പോലും അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് ആയാലും മൂവി ടിക്കറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു PayTM എന്നൊരു ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. നമുക്ക് വളരെ സിമ്പിളായി തന്നെ ഇതെല്ലാം നമുക്ക് റീചാർജ് ചെയ്യാനും മൂവി ടിക്കറ്റ് എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ആയാലും നമുക്ക് PhonePe ആയാലും എല്ലാം ഇതുപോലുള്ള നല്ല ഉപകാരങ്ങളുള്ള ആപ്ലിക്കേഷനാണ്. PhonePeയിൽ കുറച്ചും കൂടി നമുക്ക് ഓഫറുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്യാഷ് ബാക്കും ലഭിക്കുന്നതായിരിക്കും.